അനൗദ്യോഗിക അംഗങ്ങളുടെ കാര്യം, റിപ്പോർട്ട് പരിഗണന. അനൗദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച് സമിതിയുടെ അധ്യക്ഷൻ ശ്രീ പ്രമോദ് നാരായണൻ സമിതിയുടെ 13ാമത് റിപ്പോർട്ട് അംഗീകരിക്കുന്ന പ്രമേയം അവതരിപ്പിക്കേണ്ടതാണ്. സർ, അനൗദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച് സമിതിയുടെ അധ്യക്ഷനായ ഞാൻ സമിതിയുടെ 13ാമത് റിപ്പോർട്ട് അംഗീകരിക്കണം എന്ന പ്രമേയം അവതരിപ്പിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. 13ാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. ഓർഡർ. സഭ അംഗീകരിച്ച അനൗദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ടീസ് നൽകിയ പ്രമേയത്തിൻ്റെ തുടർ ചർച്ചയും മറ്റ് 3 അംഗങ്ങൾ നൽകിയ പ്രമേയങ്ങളുടെ അവതരണവും ചർച്ചയുമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ശ്രീ എൻ ഷംസുദ്ദീൻ നോട്ടീസ് നൽകിയ പ്രമേയം 3/3/2023 സഭയിൽ അവതരിപ്പിക്കുകയും പ്രമേയ അവതാരകനും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മറ്റംഗങ്ങളും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി മാത്രമാണ് പ്രസ്തുത പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇനി അവശേഷിക്കുന്നത്. എന്നിരുന്നാലും മന്ത്രിയുടെ മറുപടിക്ക് മുൻപായി പ്രമേയ അവതാരകനായ ശ്രീ എൻ ഷംസുദ്ദീന് പ്രമേയ വിഷയം സംബന്ധിച്ച് ഒരു ലഘു പ്രസ്താവന നടത്താവുന്നതും ചർച്ചയ്ക്ക് പേര് നൽകിയ അംഗങ്ങൾക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാവുന്നതുമാണ്. ഇപ്രകാരം അധികമായി ലഭിക്കുന്ന സമയം മറ്റ് പ്രമേയങ്ങളുടെ ചർച്ചയ്ക്കായി വിനിയോഗിക്കാവുന്നതാണ്. സഭയുടെ അനുമതിയോടുകൂടി അനൗദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതിയുടെ റിപ്പോർട്ടിലെ സമയക്രമം ഇപ്രകാരം ഭേദഗതി ചെയ്തതായി അറിയിക്കുന്നു. ഓർഡർ ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇത് 1 വർഷവും 3 മാസവും മുമ്പ് ഈ സഭയിൽ ഞാൻ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ്. തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. സർ, സച്ചാർ സമിതി ശുപാർശകളുടെ വെളിച്ചത്തിൽ നമ്മുടെ രാജ്യത്തുടനീളം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച സ്കോളർഷിപ്പിൽ മൗലാന ആസാദ് സ്കോളർഷിപ്പ് ഗവേഷക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അതുപോലെ തന്നെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി, സിഖ്, ജൈന, ബുദ്ധ വിഭാഗങ്ങളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കാണ് ആ സ്കോളർഷിപ്പ് അനുവദിച്ചിരുന്നത്. അത് 9, 10 ക്ലാസ്സുകളിൽ മാത്രമാക്കി ചുരുക്കി 8 ക്ലാസ് താഴോട്ടുള്ള എല്ലാവരെയും അതിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. സർ, ഈ പ്രമേയത്തിലൂടെ അത് പുനരാരംഭിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. സർ, ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു വർഷം മുമ്പ് പ്രമേയം കൊണ്ടുവന്നത് 2022 ഇത് നിർത്തലാക്കിയ പശ്ചാത്തലത്തിലാണ്. 23 പ്രമേയം കൊണ്ടുവന്നത്, നിർത്തലാക്കി അതിൻ്റെ വിതരണം നിലച്ചപ്പോൾ. ഇന്നും അത് ആ അവസ്ഥ നിലനിൽക്കുകയാണ്. അവരത് പുനരാരംഭിച്ചിട്ടില്ല. സർ, അപ്പോൾ അത് പുനരാരംഭിക്കണമെന്ന ഈ പ്രമേയം ഇവിടെ അതിൽ നമുക്ക് 2 കൂട്ടർക്കും അതിൽ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സച്ചാർ സമിതി ശുപാർശയുടെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലുള്ള നടപടികൾ വരുന്നത്. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് സച്ചാർ സമിതി ഈ കണ്ടെത്തൽ നടത്തിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തിയ ഏറ്റവും വർഗീയ വിഷം ചീറ്റുന്ന പരാമർശത്തിൽ ഒരു ഘടകം ഈ സച്ചാർ സമിതി ശുപാർശയുമായി ബന്ധപ്പെട്ട് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞതായിരുന്നു. കാരണം അന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് 1/2 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ പങ്കുവച്ചതിൽ ഏറിയ പങ്കും കിട്ടാതെ പോയത്, ഏറ്റവും കുറഞ്ഞ ശതമാനം കിട്ടിയത് ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ്. അതുകൊണ്ട് ഇനി ഈ രാജ്യത്തിൻ്റെ പൊതുവിഭവത്തിൽ വലിയ പങ്കിന് അർഹതയുള്ളവരാണ് അവർ എന്ന ഒരു പരാമർശം ഈ സച്ചാർ കമ്മിറ്റി ശുപാർശകളുമായി ബന്ധപ്പെട്ട് മൻമോഹൻ സിംഗ് നടത്തിയതിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വേളയിൽ പിന്തിരിപ്പൻ വർഗീയ പരാമർശമായി രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കെട്ടുതാലി വിറ്റ് കെട്ടുതാലി എടുത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന പ്രസ്താവന പോലും നടത്തിയത് ഈ ഒരു സംഗതിയുടെ പശ്ചാത്തലത്തിലാണ്. സർ, അപ്പോൾ ആ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ശക്തമായ സമ്മർദ്ദങ്ങളില്ലാതെ നീതി പ്രതീക്ഷിക്കാൻ കഴിയില്ല. അവസാനത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ് 3000 കോടി രൂപയാണ് ബഡ്ജറ്റിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ വിഹിതത്തിൽ നിന്ന് വെട്ടിമാറ്റിയത്. അപ്പോൾ അതുകൊണ്ട് സർ, ഈ 2 സ്കോളർഷിപ്പുകളും പുനരാരംഭിക്കണം. മൗലാന ആസാദ് സ്കോളർഷിപ്പ്, അതുപോലെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, മറ്റ് സച്ചാർ സമിതിയുടെ വെളിച്ചത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിരുന്ന സ്കോളർഷിപ്പുകൾ പുനരാരംഭിക്കണമെന്ന് സർ നമ്മൾ ഈ പ്രമേയത്തിലൂടെ ശക്തമായി ആവശ്യപ്പെടണം. ആ കാര്യത്തിലൊരു വിയോജിപ്പിൻ്റെ പ്രശ്നം ഉണ്ടാവരുത് എന്നാണ് സർ എനിക്ക് പറയാനുള്ളത്.
ഇത് രാജ്യത്തിൻ്റെ ഭരണഘടന പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് സാർ. ഒരു രാജ്യത്തെ ന്യൂനപക്ഷത്തിൻ്റെ ക്ഷേമം ആ രാജ്യത്തെ മറ്റെല്ലാവരുടെയും സന്തോഷത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാവരും സന്തോഷിക്കുമ്പോഴാണ്, എല്ലാ വിഭാഗത്തിനും പുരോഗതി ഉണ്ടാകുമ്പോഴാണ് രാഷ്ട്രത്തിന് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകുക എന്നുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിന്തകൾ സർ ഞാനിവിടെ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ സർ ഇവിടെ കുറ്റപ്പെടുത്തലല്ല, ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്തുള്ള സംവിധാനങ്ങളും കുറേ പോരായ്മയുണ്ട് സർ. ഇവിടെ സ്കോളർഷിപ്പും മറ്റ് സഹായങ്ങളൊക്കെ വിതരണം ചെയ്യാൻ സെക്രട്ടേറിയറ്റിൽ ഒരു സെക്ഷൻ മാത്രമാണുള്ളത്. ഒരു ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 6 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ട്, സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ട്, ഈ നിയമസഭയിൽ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. 6 ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ളത്. ഇതിൻ്റെ ഡയറക്ടറേറ്റിലുള്ളത് ആകെ 30 ജീവനക്കാർ മാത്രമാണ് സാർ. ഓൾ കേരള ഇവരാണ് പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ ജില്ലാ ഓഫീസ് എന്ന് പറയുന്നത് കളക്ടറേറ്റിലെ ഒരു LD ക്ലർക്ക് മാത്രമാണ്. മലപ്പുറം അടക്കം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മലബാറിലെ മറ്റ് ജില്ലകളിലടക്കം ഈ പദ്ധതികൾ നടപ്പാക്കാൻ ഉള്ളത് കേവലം കളക്ടറേറ്റിൽ ഒരു LD ക്ലർക്കാണ്. അതിൽ തെക്കൻ ജില്ലകളിലും ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹവും ഈ മൈനോറിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പദ്ധതികൾ, കേരളത്തിലെ നമ്മുടെ പദ്ധതികൾ ആ രൂപത്തിലാണ് നടപ്പാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കാൻ ജില്ലാ കളക്ടറേറ്റിലുള്ളത് കേവലം ഒരു LD ക്ലർക്ക് മാത്രമാണ്. അപ്പോൾ ഇത്രയും വലിയ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സംവിധാനം, ഓഫീസ് സംവിധാനം ഉണ്ടാവണം സാർ. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി നടന്നു വന്ന മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകൾ, ഇന്നത്തെ അതിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. നമ്മുടെ പൊന്നാനിയിൽ ഉൾപ്പെടെയുള്ള സിവിൽ സർവീസിങ്ങിനൊക്കെ കോച്ചിങ് കൊടുക്കുമെന്ന സങ്കല്പത്തോടു കൂടിയാണ് ഈ മൈനോറിറ്റി കോച്ചിങ് സെൻറ്റർ വന്നത്. അതിപ്പോൾ ഇല്ല. ഇന്ന് മറ്റു തലത്തിലുള്ള കോച്ചിങ് സെൻ്ററുകളൊക്കെ സജീവമായപ്പോൾ ഇത് കേവലം നാമമാത്രമായിട്ട് പോയി. അതുകൊണ്ട് അത് കാര്യക്ഷമമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇവിടെ ഈ സ്കോളർഷിപ്പുകൾ ഇല്ലാതെയായപ്പോൾ 24-25 ബഡ്ജറ്റിൽ 20 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെ ഒരു മറുപടിയിൽ, ഒരു ഇന്നലത്തെ ഇവിടെ വന്ന ചോദ്യത്തിന് ഗവൺമെൻറ് മറുപടി പറഞ്ഞത്. സാർ, ആ 20 കോടി രൂപ എന്നുള്ളത് വളരെ അപര്യാപ്തമാണ്. അത് കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ടത് അതിൻ്റെ എത്രയോ ഇരട്ടി കോടികളാണ്. അപ്പോൾ അതിന് പകരമാക്കി ഇത് വെക്കാതെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. മുമ്പ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഭവന പദ്ധതികളുണ്ടായിരുന്നു. പല പ്രദേശങ്ങളിലും ആ ഇനത്തിൽ വീടുകൾ കിട്ടിയിരുന്നു. ഇപ്പം എല്ലാം കൂടി നമ്മൾ ലൈഫിൽ പൂൾ ചെയ്തപ്പോൾ ആ ഭവന പദ്ധതി ഇല്ലാതെയായി. കുടിവെള്ള പദ്ധതികളുണ്ടായിരുന്നു. മൈനോറിറ്റികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഭാഗമായിട്ട് കുടിവെള്ള പദ്ധതികൾ കൊടുത്തിരുന്നു. ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ മണ്ഡലങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ 11-16 കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ ഓർമ്മിക്കുകയാണ്. അതൊക്കെ പുനരാവിഷ്കരിക്കാൻ, വീണ്ടും പുനരാരംഭിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പറഞ്ഞ സമയപരിമിതി ഞാൻ മനസ്സിലാക്കുന്നു സാർ. അപ്പോൾ ഈ പ്രമേയം അംഗീകരിച്ച്, ഇത് 1 വർഷം മുമ്പ് നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്, 1 കൊല്ലം മുമ്പ് അവതരിപ്പിച്ചു, തുടർ ചർച്ചയ്ക്ക് മാറ്റിവെച്ചു, പിന്നെ വെള്ളിയാഴ്ച നറുക്കിട്ടിട്ട് വേണം ഇത് വരാൻ. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ പ്രസക്തി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേ രൂപത്തിലുള്ള ഒരു ഗവൺമെൻറ് തന്നെയാണ് രാജ്യത്ത് മാറി വന്നതെങ്കിലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. 400 സീറ്റുമായി വന്ന് ഭരണഘടന മാറ്റാൻ പോയവർക്ക് അതിന് പറ്റാത്ത വിധം കേവല ഭൂരിപക്ഷത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. തോന്നിയ പോലെ ഭരിക്കാൻ വിടില്ല എന്ന് ഇന്ത്യൻ ജനത അതിശക്തമായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ സ്വന്തം നിലക്ക് ഭൂരിപക്ഷമില്ലാത്ത മോഡി സർക്കാർ മറ്റുള്ള ചില കക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും പാർലമെൻറ്റിൽ 2/3 ഭൂരിപക്ഷമില്ല. ഭരണഘടനയെ അവജ്ഞയോടുകൂടി കണ്ടിരുന്ന അവർക്ക് അതിശക്തമായ ഒരു തിരുത്താണ് ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ മെക്കാനിസത്തിലൂടെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പാർലമെൻറ്റിൽ ഭരണഘടനയെ വണങ്ങേണ്ടി വന്നു, പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് പോലും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിലെ വിശാലമായ താല്പര്യമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ കാണാവുന്നതാണ്. രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുക്കുക എന്നുള്ളത്. അവിടെ എപ്പോഴും കണ്ടില്ലേ, പിടിച്ചു തൂങ്ങുന്ന ആ ജനാധിപത്യത്തെ അങ്ങ് അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഈ ഫാസിസ്റ്റുകൾ ഉള്ളത് എന്നുകൂടി നമ്മൾ കാണുന്നു. അപ്പോൾ എന്തിരുന്നാലും ഇവിടെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ പഴയ
സച്ചാർ സമിതി ശുപാർശകളുടെ വെളിച്ചത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ അവതരിപ്പിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്ന, അതുകൊണ്ട് കുറേ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. മൈനോറിറ്റി കേന്ദ്രങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഈ പദ്ധതികൾ മൂലം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ അത് തടസ്സപ്പെട്ടപ്പോൾ അതിനൊക്കെ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അത് പുനരാരംഭിക്കണമെന്ന ആവശ്യം വളരെ ന്യായമാണ്. നമ്മുടെ സർക്കാർ ഇവിടെ നമുക്ക് ഐക്യകണ്ഠേന ഇവിടെ ചില ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. കേരള സർക്കാരുകളോട് ആവശ്യപ്പെടുന്നതെന്നുള്ളത് മാറ്റണം. കേന്ദ്രം മാത്രം പോരെ എന്ന് അവിടുന്ന് ശ്രീ നന്ദകുമാർ അവരുടെ ഒരു ഭേദഗതി ഉണ്ട്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. ഇതിന്റെ ഒരു താല്പര്യം ഇത്രയേ ഉള്ളൂ. കേന്ദ്രത്തോട് അവർ നിർത്തിവെച്ച ആ ആനുകൂല്യങ്ങൾ, അതുവഴി കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടെ വരേണ്ടത്, അത് കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം പാസ്സാക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. ഇത് ആ അർത്ഥത്തിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത, പൊളിറ്റിക്കലായിട്ട് ഒരു പ്രശ്നമില്ലാത്തൊരു പ്രമേയമാണ്. ഇത് അംഗീകരിച്ചുകൊണ്ട് രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിൽ നിങ്ങൾ അവരെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രമേയത്തിൽ എൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ശ്രീ സജീവ് ജോസഫ്. സർ, നമ്മുടെ മഹത്തായ ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വളരെ നിരവധിയായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ എങ്കിലും അടുത്ത കാലത്ത് BJP സർക്കാർ നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമായി ഇത്തരത്തിൽ ന്യായമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന സമീപനം വളരെ പ്രതിഷേധാർഹമാണ് സർ. അപ്പം അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രമേയം ഇവിടെ ബഹുമാനപ്പെട്ട അംഗം കൊണ്ടുവന്നിട്ടുള്ളത്. സർ, കഴിഞ്ഞ 3 വർഷമായി നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന സ്കോളർഷിപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ആനുകൂല്യം കഴിഞ്ഞ 3 വർഷമായി നൽകുന്നില്ല. സാർ, വളരെ വരുമാനം കുറഞ്ഞ കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് പരിഗണിച്ചിരുന്നത്. 1500 രൂപ വീതം അതിന് കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ, വളരെ പ്രയാസകരമായ ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിലും 2 മിനിറ്റ് കൊണ്ട് നിർത്തണം. ഓക്കെ, തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളിൽ ഈ വെട്ടിക്കുറച്ചിരിക്കുന്ന സ്കോളർഷിപ്പ് പുനഃപരിശോധിക്കണമെന്ന്, അത് വീണ്ടും അനുവദിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, അതുപോലെ മറ്റ് പല രംഗത്തും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ വിരാസത് സേ വികാസ് പദ്ധതി, അത് പല ന്യൂനപക്ഷങ്ങൾക്കും നൽകുമ്പോഴും ഗുരുമുഖി, ബുദ്ധമതം, ജൈന, ഹിമാലയൻ സാംസ്കാരിക പഠനം എന്നിവയ്ക്കൊക്കെയായി ആ പദ്ധതി മാറ്റുമ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൈനോറിറ്റീസായ മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അത് നൽകാത്തത് അതൊരു വിഭജന അജണ്ടയുടെ ഭാഗമായി നടപ്പിലാക്കുന്നതാണ്. സർ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ കോളേജുകൾ, എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ തന്നെ മൈനോറിറ്റി കോട്ടയിലും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്കും ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നിഷേധിക്കുന്നത് അത് തികച്ചും അന്യായമായ ഒന്നാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ MB ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിക്കുമ്പോൾ കോർപ്പറേറ്റുകൾക്ക് നേരത്തെ നൽകിയിരുന്ന MB ഫണ്ട് വിഹിതം നൽകുന്നതിന് വേണ്ടിയുള്ള പരിമിതികൾ, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും കേന്ദ്ര സർക്കാരിൻ്റെ വിഭജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അക്കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. ശ്രീ KT ജലീൽ, 5 മിനിറ്റ്. സാർ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഷംസുദ്ദീൻ ഇവിടെ അവതരിപ്പിച്ച പ്രമേയത്തിൻ്റെ ആദ്യ ഭാഗത്തോട് പൂർണ്ണമായി യോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. 2ാം ഭാഗം ശരിയല്ല എന്നുള്ളതുകൊണ്ടും അസത്യങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളതുകൊണ്ടും അതിനോടുള്ള ശക്തമായ വിയോജിപ്പും ഞാൻ പ്രകടിപ്പിക്കുന്നു. സാർ, 1ാം UPA സർക്കാരിൻ്റെ കാലത്താണ് സച്ചാർ കമ്മിറ്റി രൂപീകൃതമായതും അത് സംബന്ധമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയതും. ഇന്ത്യയിലെ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആദ്യമായി ചില പദ്ധതികളും പാക്കേജുകളും ആ സർക്കാർ കൊണ്ടുവന്നു. 1ാം UPA സർക്കാർ സത്യത്തിൽ ഇടതുപക്ഷ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന സർക്കാരും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുണ്ട്. ആ സർക്കാരാണ് നേരത്തെ പറഞ്ഞ
സ്കോളർഷിപ്പുകളും വിദ്യാഭ്യാസ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നടത്തിയത്. സർ, അതേ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളോട് അവരുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് കേരളത്തിൽ അന്ന് ഭരണം നടത്തിയിരുന്ന VS സർക്കാർ മാത്രമാണ്, അതുപോലെ തന്നെ ബംഗാളിൽ, ആ രണ്ട് സർക്കാരുകളാണ് ഒന്നാം UPA സർക്കാരിൻ്റെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് അയച്ചു കൊടുത്ത നിർദ്ദേശങ്ങളോട് പ്രതികരിച്ചത്. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അതിനാവശ്യമായ 350 ഏക്കർ സ്ഥലം അന്ന് VS സർക്കാർ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയുടെ നേതൃത്വത്തിൽ എടുത്തുകൊടുത്തു. പെരിന്തൽമണ്ണയിൽ അന്നത്തെ MLA ശശികുമാറാണ് അതിന് എല്ലാ സഹായങ്ങളും ചെയ്ത് മുന്നിലുണ്ടായിരുന്നത്. കേരള സംസ്ഥാനത്ത് എന്തൊക്കെ പദ്ധതികൾ പ്രത്യേകമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നതിന് പാലുളി മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ VS സർക്കാർ വെച്ചു. ആ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിരവധി പദ്ധതികൾ നിർദ്ദേശിക്കപ്പെട്ടു. ആ നിർദ്ദേശിച്ച പദ്ധതികൾ ആ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ചു. പാലോളി മുഹമ്മദ് കുട്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന സന്ദർഭത്തിൽ ആദ്യമായി മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത് 2010 എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. 2006 to 2011 VS സർക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. 2010 മൈനോറിറ്റി കമ്മീഷൻ ആദ്യമായിട്ട് രൂപീകരിച്ചത്, മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകൾ പൊന്നാനിയിൽ ഉൾപ്പെടെ വന്നത്, അവിടുത്തെ സിവിൽ സർവീസ് കോച്ചിങ് സെൻ്റർ അടക്കം വന്നത് പാലുളി മുഹമ്മദ് കുട്ടി അന്ന് മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിച്ചിരുന്ന സന്ദർഭത്തിലാണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, പയ്യന്നൂരിൽ, അതുപോലെ തന്നെ മലപ്പുറത്ത്, ഇവിടെയൊക്കെ തന്നെ കൊച്ചിയിൽ, ആലുവയിൽ എല്ലാം തന്നെ മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകൾ ആദ്യമായിട്ട് ആരംഭിച്ചു. അതിനുശേഷം 2011 വന്ന UDF സർക്കാരും ആ രംഗത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ, മൈനോറിറ്റി കോച്ചിങ് സെൻ്ററുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. പക്ഷേ അന്ന് സ്കോളർഷിപ്പ്, ആദ്യമായിട്ട് സ്കോളർഷിപ്പ് സംസ്ഥാനത്ത് ഹയർ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന പെൺകുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും പാലോളി മുഹമ്മദ് കുട്ടിയുടെ കാലത്ത് തുടങ്ങി. ആ സ്കോളർഷിപ്പിനാണ് പിന്നീട് CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എന്ന് 2011 അധികാരത്തിൽ വന്ന UDF സർക്കാർ നാമകരണം ചെയ്തത്. ഞങ്ങളെല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. കാരണം CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിൽ ഏറെക്കാലം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിട്ടുള്ള മന്ത്രിയാണ്. ആ നിലക്ക് തന്നെയാണ് അത് സ്വാഗതം ചെയ്യപ്പെട്ടത്. അതിനുശേഷം 2016 മുതൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുതിയ പദ്ധതികൾ കേരള സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിൽ പണം വകയിരുത്തിക്കൊണ്ട് ഇവിടെ നടപ്പിലാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫണ്ടും അതിനു വേണ്ടിയിട്ട് നമുക്ക് അന്നും കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല, ഒരു ഘട്ടത്തിലും കിട്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ജനറൽ എഡ്യൂക്കേഷൻ വകുപ്പ് മുഖേന നടപ്പിലാക്കി. മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന അപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. സാർ, 2016-17 ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് 15,000 രൂപ വെച്ച് 4,315 കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതി 2016-17 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി. 2018-19 പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം, പാവപ്പെട്ട കുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം 6,000 രൂപ വെച്ച് നൽകുന്ന ഒരു പദ്ധതി APJ അബ്ദുൽ കലാമിന്റെ പേരിൽ ഒരു പുതിയ സ്കോളർഷിപ്പ് കൊണ്ടുവന്നു. 1,365 പേർക്കാണ് അതിന്റെ ആനുകൂല്യം ലഭിച്ചത്. 2018-19 നഴ്സിംഗ് മേഖലയിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പും ഏർപ്പെടുത്തുകയുണ്ടായി. 15,000 രൂപ വീതമാണ് 750 പേർക്ക് അന്നത് നൽകിയത്. സർ, അതിന് പുറമെ 2019-20 കാലത്ത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സെന്ററുകൾ സ്ഥാപിച്ചു. 9 പുതിയ കോച്ചിങ് സെന്ററുകൾ, ന്യൂനപക്ഷ കോച്ചിങ് സെന്ററുകൾ അന്ന് ആരംഭിച്ചു. തലശ്ശേരി, പേരാമ്പ്ര, പെരുമണ്ണ, വളാഞ്ചേരി, ആലത്തിയൂര്, പട്ടാമ്പി, ചാവക്കാട്, മട്ടാഞ്ചേരി, കുണ്ടറ, ഇതൊക്കെ അന്ന് പുതിയതായിട്ട് ആരംഭിച്ചതാണ്. ബഹുമാന്യനായിട്ടുള്ള ഷംസുദ്ദീൻ ഇവിടെ സൂചിപ്പിച്ച പദ്ധതി 2011 മുതൽ 16 വരെ മാത്രമല്ല, 16 മുതൽ 19 വരെയും നടന്നിട്ടുണ്ട്. കുടിവെള്ള പദ്ധതി ഉബൈദിനോട് ചോദിച്ചാൽ അറിയാം. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ ഞാനാണ്, അദ്ദേഹം അധ്യക്ഷനായിട്ട് ഈ ഉള്ളവനാണ്
ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്കുള്ള ജലീൽ. കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അപ്പൊ അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഏതായാലും കേന്ദ്ര സർക്കാരിനെ പറയുമ്പോൾ ഒന്ന് കേന്ദ്ര സർക്കാരിനും ഒരു തട്ട് തട്ടാം എന്നുള്ള നിലയിൽ മാത്രം എഴുതി ചേർത്തിട്ടുള്ള വാചകങ്ങളാണ്. അതുകൊണ്ട് ആ അസത്യ പ്രസ്താവന തീർച്ചയായിട്ടും പിൻവലിക്കണം. കേന്ദ്ര സർക്കാർ അവർ ഈ രാജ്യത്തുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ കുറിച്ച് ഒരു മിനിറ്റ് സർ, ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള ഭൂരിപക്ഷ സമുദായം അതിന്റെ കൂടെ നിൽക്കുമെന്നാണ് BJP തെറ്റിദ്ധരിച്ചത്. നമുക്കറിയാം, ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് 1800 കോടി രൂപ ചെലവിട്ടുകൊണ്ട് വലിയ ക്ഷേത്രം പണിതു. ആ രാമക്ഷേത്രം പണിത മണ്ണിൽ 60,000-ത്തിലധികം വോട്ടുകൾക്കാണ് 95% ഹൈന്ദവ മതവിശ്വാസികളുള്ള നിയോജക മണ്ഡലത്തിലാണ് BJP തോറ്റമ്പിയത് എന്ന് നമ്മൾ മറന്നു പോകരുത്. അത് വ്യക്തമാക്കുന്നത് ഈ രാജ്യത്ത് മൃദു ഹിന്ദുത്വ സമീപനവും ഹാർഡ് ഹിന്ദുത്വ സമീപനവും ഒരുപോലെ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള അല്ല, എൻ്റെ സമയത്ത് കുറെ പോയതിട്ടോ. അല്ല, അത് മൈക്കവിടെ നേരത്തെ ഓൺ ചെയ്തിച്ച് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന് കിട്ടിയവിടെ എനിക്ക് പോയി. സർ, ന്യൂനപക്ഷ വിദ്യാർത്ഥികളോടുള്ള അവഗണന തിരുത്തണമെന്നാവശ്യപ്പെട്ട് എൻ്റെ മാന്യ സഹപ്രവർത്തകൻ എൻ ഷംസുദ്ദീൻ അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ്. സർ, സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് താല്പര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പേ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന അവകാശങ്ങൾ ഒന്നൊന്നായി തടഞ്ഞു വെക്കുകയാണ് സർ, കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായി നമ്മളെല്ലാവരും യോജിച്ച രീതിയിലുള്ള പ്രതിഷേധമറിയിക്കണം, കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം. അതോടൊപ്പം ഇവിടെ എൻ്റെ മാന്യ സ്നേഹിതൻ ശ്രീ KT ജലീൽ പറഞ്ഞു സർ, സച്ചാർ കമ്മിറ്റിയുടെ പേര് മാറ്റി പാലോളി കമ്മിറ്റി എന്നാക്കിയത്. ആ പേര് മാറ്റിയതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പദ്ധതിയും അതിൻ്റെ ഭാഗമായി ഈ സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടില്ല എന്നതാണ് സർ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരും ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ അലംഭാവം കാണിക്കുകയാണ്. ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ്, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, അതുപോലെ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്കുള്ള മദർ തെരേസ സ്കോളർഷിപ്പ് എന്നിവയ്ക്ക് ഒന്നും സർ പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞു 2016-17 നടപ്പാക്കിയത്. അത് ശരിയാണ്. പക്ഷേ അതിനുശേഷം നടപ്പാക്കിയെടുത്ത് നിൽക്കുകയാണ്. പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നില്ല. കൃത്യമായി സമയബന്ധിതമായി ഈ സ്കോളർഷിപ്പുകൾ അർഹരായിട്ടുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സർ. അതുകൊണ്ട് കേന്ദ്രം നിർത്തലാക്കിയിട്ടുള്ള സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് വർഷങ്ങളായി നമ്മൾ നടപ്പാക്കി അത് കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന സ്കോളർഷിപ്പ് തുക കൃത്യമായി വിതരണം ചെയ്യാൻ നടപടിയുണ്ടാണ് സർ. സർ, അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം സർ, ഇവിടെ കേരള സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജീവനക്കാർക്ക് ലഭിക്കേണ്ട വിവാഹ ധനസഹായം, ചികിത്സാ ധനസഹായം, പ്രതിമാസ പെൻഷൻ തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ 4 വർഷമായിട്ട് പെൻഡിങ്ങാണ് സർ. ഈ വഖഫ് ബോർഡിന് നൽകേണ്ട ഗ്രാൻഡ് 6 കോടി രൂപ ഇപ്പോൾ പെൻഡിങ്ങാണ്. ഈ ബജറ്റിൽ പോലും വഖഫ് ബോർഡിന് തുക മാറ്റി വെച്ചിട്ടില്ല. അതുകൊണ്ട് വഖഫ് ബോർഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെന്ന് പറഞ്ഞാൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് സർ. പ്രതിമാസം നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് ഒരു സർക്കാരിൻ്റെയും സാമ്പത്തിക സഹായമില്ല, തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്ത് 60 വയസ്സ് കഴിഞ്ഞാൽ ജോലി ചെയ്ത് വിരമിച്ചു പോകുന്ന വഖഫ് ബോർഡിലുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്ത ജീവനക്കാർ അവർക്ക് പ്രതിമാസം കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്ന 1000 രൂപ സർ. ഇവിടെ മറ്റെല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും ഭാഗമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് 1600 രൂപയാണ്. മറ്റെല്ലാ പെൻഷനും 1600 രൂപയായിരിക്കെ ഈ വഖഫ് ബോർഡിലെ ലഭിക്കുന്ന പെൻഷൻ 1000 രൂപയാണ്. അതുകൊണ്ട് വഖഫ് ബോർഡ് മുഖേന കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുടെയും തുക കാലോചിതമായി വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം എന്നുകൂടി ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ ആവശ്യം ഉന്നയിക്കുകയാണ് സർ. ഇത്തരം കാര്യങ്ങളിലൊക്കെ വഖഫ് ബോർഡ് നൽകി വരുന്ന ഗ്രാന്റ് തുക അത് ഓരോ വർഷം മുമ്പ് വർദ്ധിച്ചു വന്നിരുന്നു. ഇപ്പോൾ അത് കൃത്യമായി ഓരോ വർഷവും ആനുപാതികമായ വർധനവ് വഖഫ് ബോർഡ് ഗ്രാൻഡ് കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. ആ കാര്യം കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലുണ്ടാകണം എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിർദ്ദേശം സമർപ്പിക്കാം. ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം, കായികം, വഖഫ്, ഹജ്ജ്, തീർത്ഥാടന വകുപ്പ് മന്ത്രി അങ്ങേക്ക് സംസാരിക്കാം. സർ, ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ MLA അദ്ദേഹത്തിൻ്റെ
ഈ പ്രമേയത്തിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. രാജ്യത്ത് തന്നെ കേരളമാണ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രമേയത്തിൽ അദ്ദേഹം ആരോപിച്ച കാര്യങ്ങൾ തെറ്റാണെന്നുള്ള നിരവധി രേഖകൾ എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കായി കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരുന്ന 3000 കോടി രൂപ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബഡ്ജറ്റിൽ അതിൻ്റെ കുറവ് വരുത്തുകയും 30 കോടി രൂപയായി മാറ്റിയ സമയത്ത് ഇതേക്കുറിച്ച് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ എംപിമാരടക്കമുള്ള ആരെങ്കിലും ഒരു വാക്ക് ശബ്ദിച്ചതായി ഞാനോ അല്ലെങ്കിൽ ഇന്ന് പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ അടക്കമുള്ളവർ ഈ സഭയിൽ പറയുന്നത് കേട്ടിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് സർ. മറ്റൊരു കാര്യം, കേരളത്തിലെ ഗവൺമെൻറ് നിരവധിയായുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉബൈദുള്ള പറഞ്ഞ കാര്യം, ബിരുദ വിദ്യാർത്ഥികൾക്ക് ഉള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് ഏറ്റവും നല്ല രീതിയിൽ അപേക്ഷകർക്ക് മുഴുവൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉള്ളൊരു കാര്യം, അപേക്ഷകർ പൂർണ്ണമായി വരാത്തത് കൊണ്ടാണ് കുറേ കൂടി പണം ബാക്കിയാവുന്നത്. ഇവിടെ നമ്മുടെ കയ്യിൽ കഴിഞ്ഞ വർഷം മുതൽ തന്നെ എല്ലാ പത്രമാധ്യമങ്ങളിലും ഇപ്പോൾ പരസ്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കൂടി അപേക്ഷകർ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ CHൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് ബിരുദ വിദ്യാർത്ഥികൾക്ക് 5000 രൂപയാണ്, ബിരുദാന്തര വിദ്യാർത്ഥികൾക്ക് 6000 രൂപയാണ്, പ്രൊഫഷണൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾക്ക് 7000 രൂപയാണ്, ഹോസ്റ്റൽ സ്റ്റെപ്മെൻറ്റ് കൊടുക്കുന്നത് 13000 രൂപയാണ്, മദർ തെരേസ സ്കോളർഷിപ്പ് 15000 രൂപയാണ് നമ്മൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കായിട്ട് കൊടുക്കുന്നത്. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് സർക്കാർ എയ്ഡഡ് അംഗീകൃത സ്വാശ്ര പോളിടെക്നിക്കൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്, 6000 രൂപയാണ് നൽകുന്നത്. ACMSC CS സ്കോളർഷിപ്പ് 15000 രൂപയാണ് നമ്മൾ നൽകുന്നത് സർ. അങ്ങനെ IIT തുടങ്ങിയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 50000 രൂപ വരെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പ്രൊഫസർ മുണ്ടശ്ശേരി സാറിൻ്റെ പേരിലുള്ള അവാർഡ് തുക ഏറ്റവും നല്ല രീതിയിൽ നമ്മളിപ്പോൾ വിതരണം ചെയ്ത് വരുന്നുണ്ട് സർ. 15000 രൂപയാണ് അതിലൂടെ നൽകുന്നത്. സിവിൽ സർവീസ് ഫീ റീഇംബേഴ്സ്മെൻറ്റ് സ്കീം പ്രകാരം 20000 രൂപ ഫീസിനത്തിലും ഹോസ്റ്റൽ ഫീ ഇനത്തിൽ 10000 രൂപയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിൽ ഈ പദ്ധതിയിൽ നടക്കുന്നില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗങ്ങൾ മനസ്സിലാക്കിപ്പോണം. വിദേശ പഠനത്തിനുള്ള സ്കോളർഷിപ്പായി ഒരു സാമ്പത്തിക വർഷം ഏറ്റവും കുറഞ്ഞ 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ 2022-23 സാമ്പത്തിക വർഷം മുതൽ പരമാവധി 5 ലക്ഷം രൂപ വരെ കൊടുക്കാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം സുലൈമാൻ സേട്ടിൻ്റെ പേരിലുള്ള ഉറുദു സ്കോളർഷിപ്പ് 1000 രൂപയാണ് നൽകുന്നത്. സ്വകാര്യ ITIകളിൽ വിവിധ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ 10000 രൂപ വരെ നമ്മൾ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഇതിനൊക്കെ പുറമെ നമ്മൾ ഏതെല്ലാം രീതിയിലാണോ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുക, അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ 11 പുതിയ കോച്ചിങ് സെൻറ്ററുകൾ ആരംഭിക്കാൻ നടപടിയെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ BSNLൻ്റെ കീഴിലുള്ള എക്സ്ചേഞ്ചുകൾ ഇപ്പോൾ പ്രവൃത്തി അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം എക്സ്ചേഞ്ചുകൾ നഗരമധ്യത്തിൽ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും.
അത്തരം എക്സ്ചേഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് അവിടങ്ങളിലാണ് പുതിയ കോച്ചിങ് സെൻ്ററുകൾ ആരംഭിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ന്യൂനപക്ഷ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്, ഇപ്പോൾ പാലോളി കമ്മീഷന് ശേഷം BSൻ്റെ കാലത്തുണ്ടായുള്ള പാലോളി കമ്മീഷന് ശേഷം അതിനുശേഷം എന്നുള്ള പിണറായി ഗവൺമെൻറ്റിൻ്റെ 1ഉം 2ഉം ഗവൺമെൻറ്റുകൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് വിസ്മരിച്ചുകൂടാ എന്നുള്ളൊരു കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ നൽകി വരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പ് 2022 മുതൽ സാമ്പത്തിക വർഷം മുതൽ നിർത്തലാക്കിയിട്ടുണ്ട്. പ്രതിവർഷം 6 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമായിരുന്നത്. അതാണ് കേന്ദ്ര സർക്കാർ നീട്ടിൽ ഏറ്റവും വലിയ സ്കോളർഷിപ്പ് നൃത്തം ചെയ്തിട്ടുള്ള ഇത്രയും കുട്ടികളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ആ സ്കോളർഷിപ്പ് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയാണ് 20 കോടി രൂപ ഗവൺമെൻറ് വകയിരുത്തുകയും ആവശ്യമായ അത് വർദ്ധിപ്പിക്കാൻ തയ്യാറാണെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചതാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ ഈ വർഷം മുതൽ അത് നടപ്പിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാജ്യത്തെ ഇതിൽ പറഞ്ഞ മറ്റൊരു കാര്യം, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് നമ്മളല്ല കൊടുക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നതും ആ പണം നൽകുന്നതും. അത് നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതാണ്. രാജ്യത്തെ ന്യൂനപക്ഷ ഗവേഷണ വിദ്യാർത്ഥികൾക്കുള്ള UGC CSR ഗവേഷണ ഫെലോഷിപ്പിൻ്റെ മാതൃകയിൽ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയമാണ് ആ സ്കോളർഷിപ്പ് നൽകുന്നത്. ഇപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മുടെ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തിൽ ഈ പണം, ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നതിന് താമസം വന്നുവെന്നാണ്. അന്ന് ബന്ധപ്പെട്ട സംവിധാനത്തിൽ വന്നിട്ടുള്ള കുഴപ്പം കൊണ്ടാണ് നമുക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞത്. കുറച്ച് താമസിച്ചു പോയി. പ്ലീസ്. അങ്ങ് വേഗം പറയാം. അങ്ങ് വഴങ്ങിയതാണോ? മൈക്ക് കൊടുക്കൂ. മന്ത്രി വഴങ്ങിയതാണ്. സർ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ ഒരു വിഷയമാണ് ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ. സർ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമൊക്കെയായി സർക്കാർ രൂപീകരിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് ലഭ്യമായിട്ടുണ്ട്. അതിൽ എന്ത് തുടർ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് കൂടി ഒന്ന് വ്യക്തമാക്കാം. ഞാൻ ഒറ്റവാക്കിൽ മറുപടി പറയാം. JB കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഇന്ന് വിളിച്ചിട്ടുണ്ട്. അതോടുകൂടി എല്ലാ വകുപ്പുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ശുപാർശകൾ വെച്ച് അത് അടിയന്തരമായി നടപ്പിലാക്കാൻ തന്നെയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രാജ്യത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ, ഗവേഷണ വിദ്യാർത്ഥികൾ തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ള സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിച്ചു. ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങൾക്കും UGC CSR ഫെലോഷിപ്പ് ലഭ്യമാണെന്നും കൂടാതെ കേന്ദ്ര സാമൂഹ്യ സുരക്ഷാ മന്ത്രാലയം പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കി വരുന്ന ദേശീയ ഫെലോഷിപ്പ് സ്കീമിൻ്റെ പരിധിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളും വരുമെന്ന് കേന്ദ്ര സർക്കാർ മൗലാന ആസാദ് സ്കോളർഷിപ്പ് പിൻവലിക്കുന്നതിന് കാരണമായി പറയുന്നുണ്ട്. ഈ ഫെലോഷിപ്പ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നതാണ്. സംസ്ഥാന തലത്തിൽ സ്കോളർഷിപ്പ് പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. മെയ് ജൂൺ മാസത്തോടു കൂടി സ്കോളർഷിപ്പിനുള്ള ഭരണാനുമതി നൽകിയാലും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മാത്രമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ കേരളത്തിൽ അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയാക്കുന്നത്. അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് സ്കോളർഷിപ്പ് അപേക്ഷകൾ ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ എല്ലാ സ്കോളർഷിപ്പുകളും അതാത് അക്കാദമിക വർഷത്തിൽ തന്നെ നൽകാറുണ്ട്. ജസ്റ്റിൻ പള്ളിവാതിക്കൽ ഫയൽ ചെയ്ത WPC 4355/20 നമ്പർ കേസിലെ വിധിന്യായ പ്രകാരം സ്കോളർഷിപ്പുകൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്
ജനസംഖ്യ ആനുപാതികമായി വിതരണം ചെയ്യേണ്ടതാണെന്ന് ഉത്തരവായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് 59.06%, ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾക്ക് 40.87%, ബാക്കി സൂക്ഷ്മ ന്യൂനപക്ഷങ്ങൾ എന്നിങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത്. ഒരു വിഭാഗത്തിൽ സ്കോളർഷിപ്പ് അപേക്ഷകൾ കുറവായാൽ ബാക്കി തുക മറ്റു വിഭാഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ സാധ്യമല്ല. തുകകൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാത്തത് അപേക്ഷകരുടെ ലഭ്യത കുറവുകൊണ്ടാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ അപേക്ഷ സ്വീകരിക്കുന്നതും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതും സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന ഓൺലൈനിലാണ്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സ്കോളർഷിപ്പ് പോർട്ടലിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പോർട്ടൽ സ്കോളർഷിപ്പ് മാനേജ് ചെയ്യുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ NIC ആണ്. 22-23 സാമ്പത്തിക വർഷം ഈ പോർട്ടൽ ഹാക്ക് ചെയ്തതോടനുബന്ധിച്ച് സോഫ്റ്റ്വെയർ ഓഡിറ്റ് പ്രോസസ്സ് ചെയ്യേണ്ടി വന്നു. പ്രസ്തുത പോർട്ടൽ സോഫ്റ്റ്വെയർ ഓഡിറ്റ് ഏജൻസിയായ STQC മുഖാന്തരം സെക്യൂരിറ്റി ആൻഡ് നടത്തുകയും ചെയ്തു. ഇക്കാരണത്താൽ 2023 ഫെബ്രുവരി പകുതിയോട് കൂടി മാത്രമേ സ്കോളർഷിപ്പ് അപേക്ഷകൾ ക്ഷണിക്കാൻ സാധിച്ചിട്ടുള്ളൂ. തുടർന്ന് നടപടികൾ ത്വരിതപ്പെടുത്തുകയും 17,432 ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് 15.88 കോടി രൂപ സ്കോളർഷിപ്പ് ഇനത്തിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 20,073 വിദ്യാർത്ഥികൾക്കായി 19.5 കോടി രൂപയും അനുവദിച്ചു. സ്കോളർഷിപ്പ് വിതരണത്തിൻ്റെ കാര്യത്തിൽ പ്രമേയ അവതാരകൻ ആരോപിക്കും പോലെ യാതൊരു അവഗണനയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഓരോ വിഭാഗത്തിനും അനുപാതമനുസരിച്ചുള്ള അപേക്ഷകളുടെ ലഭ്യത കുറവ് കൊണ്ട് മാത്രമാണ് സ്കോളർഷിപ്പ് പദ്ധതികൾക്ക് അനുവദിച്ച തുക പൂർണ്ണമായും വിനിയോഗിക്കാൻ സാധിക്കാത്തത്. കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിട്ടുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഈ സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാന സർക്കാർ പുനരാരംഭിക്കാൻ തീരുമാനിച്ച് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വിദ്യാർത്ഥികളോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിബദ്ധതയായി തന്നെ കാണേണ്ടതാണ്. പ്ലീസ് അങ്ങ് മറുപടി പറയൂ. സ്പീക്കർ സമയമില്ല. അങ്ങ് പറയൂ. മേൽപ്പറഞ്ഞ അവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഈ ഔദ്യോഗിക പ്രമേയം ഈ പ്രമേയത്തിലെ കണ്ടന്റൊക്കെ തന്നെ ഗവൺമെന്റ് ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രമേയത്തിന്റെ സാധ്യത നിലനിൽക്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രമേയം നിരസിക്കുകയാണ്. ശ്രീ എൻ ശംസുദ്ദീൻ അങ്ങയുടെ പ്രമേയം പ്രസ് ചെയ്യുന്നുണ്ടോ? സർ, ഈ പ്രമേയത്തിന്റെ ആദ്യ ഭാഗം അപ്പുറത്ത് സംസാരിച്ച ജലീൽ സോറി പ്ലീസ്, അങ്ങ് ഈ പ്രമേയത്തെ പ്രസ് ചെയ്യുന്നുണ്ടോ? അങ്ങേ പ്രമേയത്തെ പ്രസ് ചെയ്യുന്നുണ്ടോ? പറയണത് തർക്കമില്ലല്ലോ. ആദ്യ ഭാഗം പാസ്സാക്കാം. ഉണ്ടെങ്കിൽ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ തള്ളിയിരിക്കുന്നു.